അത് കുഴപ്പമില്ല. സ്ക്രൂവിനകത്ത് ഇതിന്റെ നമ്പർ മാറുന്നുള്ളൂ. ഈ ഹെഡ് സ്കെയിലിന്റെ ഈ വരുന്ന സ്കെയിലിന്റെ നമ്പർ മാറുന്നുള്ളൂ. അപ്പൊ ഈ ഡിഫറൻസ് കുഴപ്പമില്ല. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ 61, 70 ആ റേഞ്ച് വന്നാലും ഈ 61 എന്ന് പറയുന്ന നമ്പർ ഏതാ വരുന്നത്? ഇവിടെ ഈ കാണുന്ന ഹെഡ് സ്കെയിലില്ലേ, ഈ സ്കെയിലിലെ ഈ ഒരാളിന്റെ ഗേജ് മാറി മാറി വരുന്നുള്ളത്, നമ്പർ പൊസിഷൻ മാറി വരുന്നുള്ളത്. അത് വരാൻ കാര്യം ഈ വയറിന്റെ വളവും ഇതും കാരണം തിക്നെസ് സെയിം, തിക്നെസ്സിനകത്ത് മാറ്റമില്ല. പക്ഷെ എന്ത് മാറും? ഇതിന്റെ ഈ വളവുകൾ മാറുന്നതിനനുസരിച്ച് ചിലപ്പം ഈ പുളിപ്പ്, ഇവിടെ ഉദാഹരണം പറയാതെ ഈ കാണുന്ന ഈ വളവ് നമുക്ക് ഇങ്ങനെ, ഞാൻ ഇങ്ങനെയല്ലേ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ തിരിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂവിന്റെ ഈ ഒരു പോർഷൻ കുറച്ചും കൂടെ തള്ളും. ആ തള്ളലാണ് എന്തായാലും വരുന്നത് ഈ കറക്കത്തിന്റെ മൂവ്മെന്റ് മാറും. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് കിട്ടി? ഇതിന്റെ മീൻ വാല്യൂ എടുക്കണം. എത്ര കിട്ടി? 0.68 കിട്ടി. 68 mm. ഈ എമ്മിനെ നമ്മൾ ഇങ്ങോട്ട് സെന്റിമീറ്ററിലോട്ട്, സോറി മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. mm ടു മീറ്റർ മാറാനായിട്ട് 10⁻³ മൾട്ടിപ്ലൈ mm. ഇതിപ്പോ നമുക്ക് ഡയമീറ്റർ എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ താഴെ എഴുതുകയാണ് ഡയമീറ്റർ ഓഫ് given wire d is equal to 0.68 mm എന്ന് എഴുതുക. ഇവിടെ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യരുത്? കൺവേർട്ട് ചെയ്യരുത്. അതായത് 10⁻³ ആക്കരുത്. ആക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ എടുത്ത് ആ 10⁻³ ഇങ്ങോട്ട് പോകേണ്ടി വരും. പകരം നമ്മൾ എന്ത് ചെയ്യുക? റേഡിയസ് r is equal to, കാരണം πr² അല്ലല്ലോ ഇക്വേഷൻ. സോ റേഡിയസ് ഓഫ് given wire r is equal to d/2 എന്ന് ഇക്വേഷൻ എഴുതണം. is equal to 0.68 divided by 2. അടിച്ചു നോക്കുക. 30. 0.34 into 10⁻³ മീറ്റർ ആക്കി മാറ്റാം. ഇവിടെ -3 ആക്കാം. ഇത് നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി? ഇതിന്റെ ലെങ്ത് നമ്മൾ ഈ വയറിന്റെ ലെങ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇരിക്കുന്ന സ്കെയിൽ വെച്ച് റേഡിയസ് πr² അല്ലല്ലേ നമ്മുടെ ഇക്വേഷൻ. πr² ഇത് വെച്ച് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ഡയമീറ്റർ വളരെ ചെറുതാണ്. അതിന്റെ പകുതിയാണ് റേഡിയസ്. സോ റേഡിയസ് എടുക്കാൻ പറ്റില്ലല്ലോ. സോ ഡയമീറ്റർ എടുത്ത് അതിന്റെ പകുതിയാണ് റേഡിയസ് എടുക്കാൻ പറ്റും. സോ ഈ വയറിന് നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൊണ്ടുവന്ന് അതിന്റെ ലെങ്ത് എടുക്കുക. ഈ വയറിന്റെ ലെങ്ത് നമ്മൾ നേരത്തെ മെഷർ ചെയ്തതുപോലെ മെഷർ ചെയ്യുമ്പോൾ 40. ഈ വളവുകളാണ് ഇവിടെ നീളം ഇങ്ങോട്ട് വരാൻ കാരണം. അപ്പൊ ആ വളവ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കയറ്റി നിങ്ങൾ എടുക്കണം. അപ്പൊ 40.4 നേരത്തെ എടുത്ത് വെച്ചല്ലേ. സോ ലെങ്ത് ഓഫ് given wire L is equal to 40.4 centimeter ആണ്. That is equal to 40.4 into 10⁻² meter. അപ്പം മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാനായിട്ട് 10⁻³, സെന്റിമീറ്റർ മീറ്റർ ആക്കാനായിട്ട് -2. ഇനി നമുക്ക് വേണ്ടത് വോളിയം അല്ലേ വേണ്ടത്? വോളിയം ഓഫ് given wire V is equal to equation πr² L എന്ന്. സോ ഇക്വേഷൻ പൈ എത്രയാണ്? 3.14. നമ്മുടെ ഇക്വേഷൻ ലെങ്ത് ഓഫ് ദി ഗിവൺ വയർ, മെയിൻ ഡയമീറ്റർ, റേഡിയസ്, വോളിയം. കേട്ടോ? πr². ആ ഇക്വേഷൻ അതുപോലെ എഴുതണം. 3.14 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ആറിന്റെ വാല്യൂ 0.34 ഇൻറ്റു 10⁻³ ഹോൾ സ്ക്വയർ ഇൻറ്റു 40.4 into 10⁻². 3.14 into bracket 0.34 into 10⁻². താഴോട്ടാക്കിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിന്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റ് 40.4 into 10⁻². ഇവിടെ -3 അല്ലല്ലോ. -2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അടിക്കുമ്പോൾ നമുക്ക് 1.466 എന്നാണ് വന്നേക്കുന്നത്. 6 എന്ന് തന്നെ എഴുതിയിട്ട്
ഇൻറ്റു അവിടെ പറഞ്ഞിരിക്കുന്ന നമ്പർ നോക്കി 10⁻⁻7 ആണ്. 10⁻⁻7 ഇത് ഈ -3 സ്ക്വയർ ആകുമ്പോൾ -6, അതിൻ്റെ കൂടെ -2 കൂടെ ചേരുമ്പോൾ -8. ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റി എന്തായാലും മാറി 10⁻⁻8 ആയിട്ട് മാറിക്കോളും. നമ്മൾ ആ പോയിന്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതിൽ വന്നിരിക്കുന്ന പോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഓടേണ്ടി വരും. അപ്പോൾ ഈ ചെറിയൊരു വയറിന്റെ ഈ കാണുന്ന ഈ കുഞ്ഞൊരു വയറിന് ഉള്ള വോളിയം എന്ന് പറയുന്നത്, അതായത് ഇവിടെ മുതൽ ഇവിടം വരെ ഇരിക്കാനുള്ള വോളിയം 1 പോയിന്റ് ഇൻറ്റു 10⁻⁻7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും നീളത്തിലല്ല ഇത് ഇരിക്കുന്നത്. അതായത് ഇത് കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വോളിയം കേൾക്കുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം ഈ സ്ഥലമല്ല വോളിയമായിട്ട് കൺസ്യൂം ചെയ്യുന്നത്. അതായത് ഞാൻ ഈ വിരലേക്ക് ഈ ഭാഗം ഉണ്ട്, ഈ ഭാഗം, ഈ ഒരു വയറിന്റെ എത്ര പോർഷൻ താഴത്തെ തടിയിൽ തട്ടുന്നുണ്ട്. അതായത് ഇത് നമ്മൾ നേരെ നിൽക്കുമ്പം ഈ വയർ ഇരിക്കുന്നതിന്റെ ഫലമായിട്ട് താഴെയുള്ള കുറച്ച് തടി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത്രയും സ്ഥലമാണ് ആര് കൺസ്യൂം ചെയ്യുന്നത്, ഈ പുള്ളി കൺസ്യൂം ചെയ്യുന്നത്. ആ സ്ഥലമാണ് 1.46 10⁻⁷ മീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഈ വോളിയം ആയത് കാരണം മീറ്റർ ക്യൂബ് ആണ് വാല്യൂ. ഈ -7 ഈ 3 കൂടെ പിന്നെ ചെയ്യേണ്ടി വരും. ഇത് മീറ്റർ ക്യൂബ് ആണ്. മീറ്റർ എം മീറ്റർ സ്ക്വയർ മീറ്റർ ക്യൂബ്. ഇത് 2 പ്രാവശ്യം മീറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മീറ്റർ സ്ക്വയർ മീറ്റർ ക്യൂബ്. അത് ഇതൊരു ബന്ധമില്ല. അത് ഇതിന്റെ അല്ല, അത് ഈ പവറിന്റെ കാര്യം ചോദിക്കുന്നത്. 10⁻⁻ ഇവിടെ വരുന്ന ഈ പവറിന്റെ കാര്യം അവർ ചോദിക്കുന്നത്. യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ് എന്ന് മാറ്റിയത്. അതുമായിട്ട് മറ്റൊരു ബന്ധമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇത് വോളിയം കിട്ടിയിരിക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ സ്ക്രൂഗേജ് ചെയ്യുമ്പോൾ എന്താ വേണ്ടത് നോക്കണം. സ്ക്രൂഗേജ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് റേഡിയസ് മാത്രം. റേഡിയസ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? റേഡിയസ് നമുക്ക് നടത്താ 3.4 കിട്ടും. എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഇപ്പൊ റെസിസ്റ്റിവിറ്റിയുടെ കേസിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു ടേബിൾ സെയിം ആണ്, HSR മറ്റേ ഇതെല്ലാം സെയിം ആണ്. റെസിസ്റ്റിവിറ്റി റേഡിയസ് R is equal to നമുക്ക് ഇവിടെ 33.4 into 10⁻⁻² മീറ്റർ എന്ന് കിട്ടി. -3 മീറ്റർ കിട്ടി. ഇനി നമുക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു R into pi r² divided by L. ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ റേഡിയസ് അല്ല റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടുന്നത്? റെസിസ്റ്റൻസ് നമുക്ക് ഇത് സ്ക്രൂ ഗേജിന്റെ റെസിസ്റ്റൻസ് നമുക്ക് ഈ മല വെച്ച് നമുക്ക് കിട്ടിയിരുന്നത് 1 ആയിരുന്നു. നേരത്തെ നമ്മൾ നോക്കിയപ്പോഴും 1.03 ആവുന്നത്. ദാറ്റ് മീൻസ് 1 തന്നെയാണ് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് R എത്രയാണ്? R is equal to 1. മനസ്സിലായോ ഞാൻ പറയുന്നത് എന്താണ്? R is equal to 1. ദാറ്റ് മീൻസ് 1 into 3.14 into R². R² ഏതാ? ഈ R². അപ്പോൾ അത് 0.34 into 10⁻⁻³ e² ഹോൾ ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ലെങ്ത് ഓഫ് ദി വയർ എത്രയാണ്? 40.4. 40.4 എന്തായാലും ഓർത്തോണം. 40.4 into 10⁻⁻² ഇട്ട് വേണം ചെയ്യാൻ. 40.4 സെന്റിമീറ്റർ ആണ്. കൺവേർട്ട് ചെയ്യാൻ അങ്ങോട്ട് മാറ്റണം, ഇതിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 1 into 3.14 into ബ്രാക്കറ്റിനകത്ത് 0.34 into 10⁻⁻³ ബ്രാക്കറ്റ് സ്ക്വയർ താഴോട്ട് ഇറക്കുക. കണ്ടോ? ഇറക്കിയിട്ട് 4.04 into 10 40.4 into 10⁻⁻². അപ്പോൾ നോക്കിയാൽ നമുക്ക് കിട്ടിയ 8.98 into 10⁻⁻7 ഓം മീറ്റർ. ഇപ്പൊ ഇവിടെ രസം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്താൽ ബാക്കിലോട്ട് ഈ 7 പോയിന്റ് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 7 ആണെങ്കിൽ വന്നേക്കുന്നത് 7 പോയിന്റ് മാറ്റുകയാണെങ്കിൽ എന്താക്കും? 0.000000 എന്ന് പറഞ്ഞ് സംഖ്യ. ക്ലിയർ ആണ്? മറ്റേ കാൽക്കുലേറ്റർ ഉണ്ടാവില്ല. ബേസിക് കാൽക്കുലേറ്റർ. ഇതിനകത്ത് നോക്കിയോ 8.98 ഡിവൈഡഡ് ബൈ 100 എത്ര? 4 0 6 7 0
റേഞ്ച് ആണ് ആക്ച്വലി ഈ കാണിച്ചിരിക്കുന്നത്. ഇതും ശരിയാണ്. ഇങ്ങനെ എഴുതാനാണ് എളുപ്പം, ഇത് എഴുതാനാണ് എളുപ്പം ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേഷൻ അത് ഇങ്ങനെ 10⁻⁷ ഫോമിലോട്ട് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഈ നമ്പർ എന്ന് പറഞ്ഞാല് സീറോയില് 1 എന്ന് പറയുന്ന നമ്പറിനേക്കാൾ അല്ലെ 0.1 എന്ന നമ്പറിനേക്കാൾ എത്രയോ ചെറുതാന്ന് ആലോചിച്ചു. 0.1 ഇത്രയും നമ്പർ 1 ലക്ഷത്തിന് മേലുള്ള നമ്പറാണ്. 10 ലക്ഷം 1 കോടി രൂപ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഒരു 0.1 നമ്മൾ 1 കോടി എന്ന് പറയുന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിവിഷൻ 1 കോടി ഡിവിഷൻ ഡിവൈഡ് ചെയ്യും. അത്രയും മിനിമം ഉള്ളൂ എന്ന് പറയാൻ റെസിസ്റ്റിവിറ്റി ആൾക്ക് ഈ വയർ. അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസിനെ മിനിമം ആക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും മൈന്യൂട്ട് പാർട്ടിന്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി നമ്മൾ വ്യത്യാസം എന്താ? റെസിസ്റ്റൻസ് മീൻസ് ഈ വയറിന്റെ ഗിവൺ വയറിന്റെ ഓപ്പോസിംഗ് ക്യാരക്ടർ ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന വയറിന്റെ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 1 mm ആകാം. ആ 1 mm 100 ഡിവിഷൻ ആക്കിയാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, റീഡിംഗ് എടുത്തിട്ട് 1 mm 100 ഡിവിഷനിലെ ഒരു ഡിവിഷന്റെ റെസിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 1 mm 100 പീസ് ആക്കിയപ്പോൾ കിട്ടിയ ഒരു പീസിനെ 1 crore ഇട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവിഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും ചെറിയ മിനിച്ചർ റെസിസ്റ്റൻസേ ഉള്ളൂ ആർക്ക്, ഈ തന്നിരിക്കുന്ന വയർ. മനസ്സിലായോ? ഇതാണ് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള മാർഗം. സോ ബാക്കിയെല്ലാം സെയിം. റെസിസ്റ്റിവിറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ സ്ക്രൂ ഗേജിന്റെ എന്തെഴുതണം, ടേബിൾ ഫുൾ എഴുതണം. ഏതൊക്കെ എഴുതണം? പിച്ച് എഴുതണം, പിന്നെന്തെഴുതണം, നമ്പർ ഓഫ് ഹെഡ് സ്കെയിൽ എഴുതണം, പിന്നെന്തെഴുതണം, ലീസ്റ്റ് കൗണ്ട് എഴുതണം. ലീസ്റ്റ് കൗണ്ട് പിച്ച് ബൈ നമ്പർ ഓഫ് ഹെഡ് സ്കെയിൽ ഡിവിഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെഴുതണം, 0 റീഡിങ്, 0 എറർ, 0 കറക്ഷൻ. ഓക്കെ ആണ്. അടുത്ത വരുന്നത് എന്താ എഴുതുക? ഡയമെൻഷൻ, സീരിയൽ നമ്പർ, PSR, പിന്നെ PSR പ്ലസ് CHSR × LC. ശ്രദ്ധിച്ച് പറഞ്ഞില്ലേ തെറ്റ് വരുന്നു. അടുത്ത് ലാസ്റ്റ് മീ താഴെ ഡയമീറ്റർ ഓഫ് ഗിവൺ വയർ. D is equal to തന്നിരിക്കുന്ന വയറിന്റെ തന്നിരിക്കുന്ന ആ മീൻ വാല്യൂ ഈക്വൽ, അത് mm ലാണ്, is equal to ഡാഷ് into 10⁻³ മീറ്റർ. തൊട്ട് താഴെ വരുമ്പോൾ എന്ത് ചെയ്യണം, റേഡിയസ് R is equal to D/2. തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുക. കിട്ടുന്നതും mm തന്നെ ആയിരിക്കും. അതേ ഇൻറ്റു 10⁻³ മീറ്റർ ആക്കിയാണ്. അപ്പൊ ആദ്യം 10⁻³ മീറ്റർ ആക്കണമെന്നില്ല, രണ്ടാമതിനകത്താക്കിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, ലെങ്ത് ഓഫ് ദി ഗിവൺ വയർ അത് സെന്റിമീറ്റർ ആണ്, is equal to 10⁻² മീറ്റർ. വോളിയം കണ്ടുപിടിക്കേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യുക, വോളിയം എന്ന് എഴുതുക. പകരം റെസിസ്റ്റിവിറ്റി ആണോ വന്നിരിക്കുന്നതെങ്കിൽ റെസിസ്റ്റിവിറ്റി. എങ്ങനെ ഇക്വേഷൻ വരുന്നത്, റോ ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ ഡിവൈഡ് ബൈ ലെങ്ത്. ദാറ്റ് മീൻസ് R പൈ R² ഡിവൈഡ് ബൈ L. ഓക്കെ, ഇതാണ് ഏതിന്റെ ഇക്വേഷൻ, റെസിസ്റ്റിവിറ്റി. ഇനി ആ റെസിസ്റ്റിവിറ്റിയുടെ കേസ് സ്വന്തമായിട്ട് ചെയ്തു. ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. ഈ ഇരിക്കുന്ന ടാബ്ലേഷൻ വെച്ച് സ്വയം ശരി, നമുക്ക് വെറുതെ